തൃശൂരിലെ വോട്ട് കൊള്ളയ്ക്ക് പിന്നിൽ സ്വകാര്യ ഏജൻസിക്കും പങ്കുണ്ടെന്ന് സിപിഎമ്മും കോൺഗ്രസും. വോട്ടർ പട്ടിക പുതുക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചുമതലപ്പെടുത്തിയ ടാറ്റ കൺസൾട്ടൻസി ചെന്നൈ കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിച്ചിരുന്നതെന്നും സിപിഎം ജില്ലാ സെക്രട്ടറി കെ.വി. അബ്ദുൽ ഖാദർ മീഡിയ വണിനോട് പറഞ്ഞു. സ്വകാര്യ സോഫ്റ്റ്വെയർ കമ്പനിയെ സ്വാധീനിച്ചാണ് ബിജെപി തട്ടിപ്പ് നടത്തിയതെന്ന് ടി.എൻ. പ്രതാപനും ആരോപിച്ചു. ബൂത്ത് ലെവൽ ഓഫീസർമാരുടെ ശുപാർശ പോലുമില്ലാതെ വോട്ടർ പട്ടികയിൽ പേര് ചേർത്തിട്ടുണ്ട്. BLOമാർ വെട്ടാൻ നിർദ്ദേശിച്ച വോട്ടുകളും അന്തിമ ലിസ്റ്റിൽ ഇടം പിടിച്ചെന്നും കെ.വി. അബ്ദുൽ ഖാദർ പറഞ്ഞു. വോട്ട് ചേർക്കലും വെട്ടലും എന്ന് പറയുന്ന കാര്യം കഴിഞ്ഞ ശേഷം അന്തിമ പട്ടിക വരുമ്പോൾ കുറേയേറെ പേരുകൾ ചേർക്കപ്പെടുകയാണ്. അത് BLOമാരുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിലല്ല. അത് വരുന്നത് ഈ പറഞ്ഞ ഇലക്ഷൻ കമ്മീഷന്റെ പ്രത്യേകമായ ഇടപെടലിനെ തുടർന്നാണ്. അതാണ് അതിലേറ്റവും ഞെട്ടിപ്പിക്കുന്ന വസ്തുത. സ്വകാര്യ സോഫ്റ്റ്വെയർ കമ്പനിയെ സ്വാധീനിച്ച് 30,000-ലധികം വ്യാജ വോട്ടുകൾ BJP ചേർത്തിട്ടുണ്ടെന്ന് കോൺഗ്രസ് നേതാവ് ടി.എൻ. പ്രതാപൻ ആരോപിച്ചു. തട്ടിപ്പിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനും BJP കേന്ദ്ര നേതൃത്വത്തിനും പങ്കുണ്ട്. സംഭവത്തിൽ ക്രിമിനൽ ഗൂഢാലോചനയുണ്ടെന്നും ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നും പ്രതാപൻ ആവശ്യപ്പെട്ടു. മീഡിയ 1 തൃശൂർ.